സൈബർ തട്ടിപ്പിന് ഇരയായെന്ന പരാതിയുമായി നടി അഞ്ജിത. സംഭവത്തിൽ താരം പരാതി നൽകി. ഒഡിയ നർത്തകിയും പത്മശ്രീ ജേതാവുമായ രഞ്ജന ഗൗഹറിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്താണ് തന്നെ തട്ടിപ്പിന് ഇരയാക്കിയതെന്ന് അഞ്ജിത പറയുന്നു. 10,000 രൂപ നൽകി സഹായിക്കാമോ എന്ന തരത്തിലായിരുന്നു രഞ്ജനയുടെ പേരിലെത്തിയ വാട്സപ്പ് സന്ദേശം. പിന്നാലെ നൽകിയ ഗൂഗിൾ പേ നമ്പറിൽ അഞ്ജിത പണം അയച്ചു നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെ OTPയും ചോദിച്ചു. OTP അയച്ചതോടെ നടിയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുകയായിരുന്നു. മാതൃഭൂമി മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം. സാധാരണ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പരിചയമില്ലാത്ത ഫോൺ നമ്പറിൽ നിന്നോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നോ സംഭവിക്കുന്ന ഒരു തട്ടിപ്പല്ല എനിക്ക് സംഭവിച്ചത്. വളരെ നാളുകളായി എനിക്കറിയാവുന്ന ഒരാളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് നടത്തിയ തട്ടിപ്പാണെന്ന് അഞ്ജിത പറയുന്നു. രഞ്ജന ഗൗഹിനെ ഒരുപാട് നാളായി പരിചയമുണ്ടെന്നും അവരെ ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യാറുണ്ടെന്നും അഞ്ജിത പറയുന്നു. 19-ാം തീയതി ഉച്ചയോടെയാണ് അവരുടെ വാട്സപ്പിൽ നിന്ന് സന്ദേശം വരുന്നത്. ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്. എന്റെ അക്കൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. കുറച്ച് പണം ട്രാൻസ്ഫർ ചെയ്തു തന്ന് സഹായിക്കുമോ എന്നായിരുന്നു ആ സന്ദേശം കണ്ടപാടെ രഞ്ജനയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ കോൾ എടുത്തില്ല. ഇത്രയും വലിയൊരാൾ എന്നോട് പണം കടം ചോദിക്കുന്നതിന്റെ വിഷമം കൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തത് എന്നാണ് കരുതിയത്. രഞ്ജനയുടെ സ്വന്തം നമ്പറിൽ നിന്നായതിനാൽ സംശയം തോന്നിയില്ല. അടുത്ത ദിവസം വൈകിട്ട് തിരിച്ചയക്കാമെന്നായിരുന്നു സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. മെസ്സേജിൽ പറഞ്ഞ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചു കൊടുത്തുവെന്നും അഞ്ജിത പറയുന്നു. ഇതിനൊപ്പം തന്നെ അഞ്ജിതയുടെ ഫോണിലേക്ക് OTP അയച്ച് വാട്സപ്പ് ഹാക്ക് ചെയ്യാനും തട്ടിപ്പുകാർ ശ്രമിച്ചിരുന്നു. പക്ഷേ സമയോചിതമായ ഇടപെടൽ കാരണം വാട്സപ്പ് ഹാക്ക് ആയില്ലെന്നും അഞ്ജിത പറഞ്ഞു. സൈബർ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും വാട്സപ്പ് നമ്പറിൽ നിന്ന് തട്ടിപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. രഞ്ജനയുടെ സ്വകാര്യ നമ്പറിൽ നിന്ന് പണം ചോദിച്ചതുകൊണ്ടാണ് സംശയം തോന്നാതിരുന്നത്. രഞ്ജന പിന്നീട് വിളിക്കുകയും വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും പണം ചോദിച്ചാൽ കൊടുക്കരുതെന്നും പറഞ്ഞിരുന്നു. അപ്പോഴേക്കും തട്ടിപ്പുകാർക്ക് താൻ 10,000 രൂപ അയച്ചു നൽകി കഴിഞ്ഞിരുന്നുവെന്നും അഞ്ജിത പറയുന്നു. രഞ്ജനയുടെ നമ്പർ ഇപ്പോഴും തട്ടിപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അഞ്ജിത പറഞ്ഞു.